റെഫ്രിജറേറ്റർ കാണാം. പിന്നെ ഹോം ഡെലിവറി ഉണ്ട്. അതിൻ്റെ നമ്പർ ഞാനിവിടെ ഒട്ടിച്ച് വെച്ചേക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഇനി ഗ്യാസ് എടുക്കാം. അപ്പോൾ ഓരോ ഗ്യാസിനും ഓരോരുത്തർക്കും ഓരോ ഗ്യാസ് അല്ലേ? അതെ കേട്ടോ, ഒരു ഗ്യാസ്. അപ്പം ഒരു ഗ്യാസിന് ഒരു 500 രൂപ വെച്ച് തരും. രണ്ടെണ്ണത്തിന് ഒരെണ്ണത്തിന് 500, രണ്ടെണ്ണത്തിന് 1000, മൂന്നെണ്ണത്തിന് വരുമ്പോൾ എത്രയാവും? മൂന്നെണ്ണം വരുമ്പോൾ എത്രയാവും? ഒരെണ്ണം 500, രണ്ടെണ്ണം തൽക്കാലം ഒരെണ്ണത്തിന് കണക്കാക്കാം. നിങ്ങൾ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ 1000 വരും, ഒരെണ്ണം 500. ചേട്ടാ ഒരെണ്ണം മതി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്യാസ് എല്ലാം തരാം. ഓക്കെ ഗൈസ്, ഗ്യാസെല്ലാം ആദ്യത്തെ ട്രിപ്പ് വിറ്റ് പോയിട്ടുണ്ട്. ഞാൻ അവർക്ക് നമ്പറൊക്കെ കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കൊണ്ടുവരാം. അതിനെ വണ്ടി എടുത്ത് ഇനിയാണ് നമ്മുടെ പ്രശ്നം തുടങ്ങാൻ പോകുന്നത് ഗൈസ്. ഈ ഗ്യാസ് ഇവിടെ കൊണ്ടെത്തിക്കുന്നതാണ് ടാസ്ക്. ബാക്കിയല്ല ഓക്കെ, ഞാനിത് 500 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലായിടത്തും ഇതുപോലെ 10 ഒരു ഇതിൽ 10 എണ്ണം കാണുമായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഗോഡൗണിൽ പോയി നേരെ ഗ്യാസ് എടുക്കാം. പക്ഷേ ഈ തരുന്ന പൈസ അവിടെ നിന്ന് ഗ്യാസ് വാങ്ങിക്കുമ്പോൾ പല ഉപകാരമാവുമല്ലോ. എന്നാലും പേരിലൊരു ജോലികളെ കാണും. അവിടെ ഇതുപോലെ തന്നെ ഒരെണ്ണത്തിന് ഇതുപോലെ ആളുകളുണ്ട്. രണ്ടെണ്ണത്തിന് അപ്പം 10 എണ്ണത്തിന് എത്രണ്ണം വരും? 10 എണ്ണത്തിന് എത്ര വരും? ഞാൻ മറന്നുപോയ എമൗണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന്ന് പകുതി പോകുമ്പോൾ ഉള്ളതിൽ പകുതി കാണുമല്ലോ, അപ്പം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കേട്ടാം നൈസായിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെയൊക്കെ ഗ്യാസ് ലോഡ് ചെയ്ത്. ഇത് 5 എണ്ണം ഇല്ലേ? 1, 2, 3, 4, 5. കറക്റ്റ് 5 എണ്ണം. ഇനി ഒരു 5 എണ്ണം കൂടെ എടുക്കണം, അപ്പോൾ കഴിയുമായിരിക്കും. യെസ്, ഇനി ഒരു 5 എണ്ണം കൂടെ എടുത്താൽ കഴിയും. കഴിഞ്ഞ വർഷം ഞാൻ ക്യൂ നോക്കിയപ്പോഴേ ബോയ് ഗേൾ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഒരേ ഫോർമേഷൻ മീൻസ് ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് സൈഡിൽ ബോയ്, ബാക്കിൽ ഗേൾ. അതിൻ്റെ